എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലൻ ബീസ്റ്റിന്റെ മാൻഷനിലെത്തിയ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ അടുത്ത ട്രാപ്പിലൊന്നും പെടാതെ വളരെ സൂക്ഷിച്ച് ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു ആരോ അനുസരിച്ച് ചുമരിനോട് ചേർന്ന് നടന്നു വരികയാണ്. അവർ അല്പസമയം മുൻപോട്ടേക്ക് പോകുമ്പോൾ അവരുടെ മുൻപോട്ടേക്ക് പോകാൻ വഴിയില്ലാതെ ഒരു ഡെഡ് എൻഡിലേക്ക് എത്തുകയാണ്. അവരെന്ത് ചെയ്യണമെന്നറിയാതെ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം ഒരു വലിയ ചുമര് അവരുടെ അടുത്തേക്ക് വന്ന് വീണ് നമ്മുടെ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇടനാഴിയിൽ അങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ട് കിടക്കും. അവർക്കാണെങ്കിൽ എങ്ങനെ അവിടുന്ന് പുറത്തേക്ക് പോകണമെന്ന് അറിയില്ല. കട്ട് ചെയ്താ ഇവിടെ ചുന്ദരിപ്പെണ്ണ് വില്ലത്തെയും അവളുടെ അസിസ്റ്റന്റ് ഡോഗും അവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ആൾക്കാർ വന്ന കാറ് അരിച്ചു പൊറുക്കും. പക്ഷെ കാറിൽ നിന്ന് രണ്ടാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഡ്രാഗൺ ബോൾ അവർക്ക് കണ്ടെത്താനാവില്ല. ചുന്ദരിപ്പെണ്ണ് പറയും, ഇനി അവശേഷിക്കുന്നത് ഈ കാറിന്റെ സീറ്റാണ്, നമുക്ക് അതും കൂടെ കയറി പറിച്ച് പരിശോധിക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ആ സീറ്റ് പരിശോധിക്കും. ഇവിടെ ഗോകുവിനാണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ല, അവൻ ക്യാഷ്ലായിട്ട് നിൽക്കും. ഉടനെ മുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഗോകു നീ ഇത് കാണുന്നില്ലേ, നമ്മളെല്ലാവരും ഇവിടെ ട്രാപ്ഡ് ആയിട്ട് കിടക്കുകയാണ്, നീ ഇങ്ങനെ ക്യാഷ്ലായിട്ട് നിൽക്കാതെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി അത് ആലോചിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടേക്ക് വന്ന് നമ്മളെ എല്ലാവരെയും കൊന്നു തള്ളും. ഗോകു ആണെങ്കിൽ അപ്പോഴും സിമ്പിളായിട്ട് പറയും, നമ്മൾ അകത്തേക്ക് വന്നതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും എന്തെങ്കിലും ഒരു വഴി കാണും, നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ബീസ്റ്റ് അവൻ ക്യാമറയിലൂടെ നമ്മുടെ ആൾക്കാരുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കുകയാണ്. വിഡ്ഢികൾ, അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. എൻ്റെ ലോക്കൽ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ വന്ന് വീണത് മെയിൻ ട്രാപ്പിലാണ്, ഇത് അവരുടെ അന്ത്യമാണെന്ന് പറഞ്ഞ് അവ ഹായ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവൻ്റെ അസിസ്റ്റന്റ് ആ ചുന്ദരി പെണ്ണും ഡോഗും അവിടേക്ക് കടന്നു വരും. മാസ്റ്റർ, ഞങ്ങൾ ആ കാറിന്റെ മുക്കിലും മൂലയിലും അരിച്ചു പെറുക്കി, ഡ്രാഗൺ ബോൾ ആ കാറിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ അതിനർത്ഥം ആ ഡ്രാഗൺ ബോൾ അവരുടെ കയ്യിൽ തന്നെയാണെന്നാണ്. ഉടനെ ബീസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ചെക്ക് ചെയ്ത് ആ ഒരു ഡ്രാഗൺ ബോൾ അതെടുക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. അവൾ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനുശേഷം ആ മാസ്റ്ററിനോട് പറയും, പൊക്കം കുറഞ്ഞവര് എല്ലാവരും കള്ളന്മാരാണ്, സോ ആ ഹൈറ്റ് കുറഞ്ഞ രണ്ടുപേരുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഡ്രാഗൺ ബോൾ ഉണ്ടാവും. ബീസ്റ്റിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഇനി നീ മേലാൽ പൊക്കം കുറഞ്ഞവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ പണിഷ്മെന്റ് ആണ്. അതിനവള് ഇപ്പൊ മാസ്റ്ററിനോട് സോറി പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഗോകുവും ഹാൻസം വില്ലനും അവർ രണ്ടുപേരും കൈയൊക്കെ ചുരുട്ടി വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അങ്ങനെ പാഞ്ഞു വന്ന ചുമരിൽ ആഞ്ഞിടിക്കും. അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു ചുമരിൽ ചെറിയൊരു ക്രാക്ക് പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്ത നിമിഷം ആ ബീസ്റ്റ് അവനാണെങ്കിൽ ഒരു ടിവിയിലൂടെ അവരുടെ മുൻപിലേക്ക് വരും. ഞാനാണ് സാക്ഷാൽ പിലാഫ് ബീസ്റ്റ്, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 5 ഡ്രാഗൺ ബോളും അടിച്ചു മാറ്റിയത് ഞാനാണ്. നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്ന ഒരു ഡ്രാഗൺ ബോൾ അതെനിക്ക് വേണം. അതെനിക്ക് തരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടുന്ന് ജീവനോട് കൂടെ ഞാൻ പറഞ്ഞയക്കും. ഇല്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ തല്ലി കൊല്ലും. അത് കേട്ട ഉൽമയാണെങ്കിൽ ഇപ്പൊ ആളെ നോക്കി കോക്കറി കാണിക്കുകയാണ്. കൺട്രോൾ പോയ ആ ബീസ്റ്റ് ആണെങ്കിൽ ഇതൊക്കെ ഞാൻ പണിഷ്മെന്റ് തരാൻ പോവാണെന്ന് പറഞ്ഞ് ഒരു ലിവർ പിടിച്ച് വലിക്കും. അടുത്ത നിമിഷം ഒരു റോബോട്ടിക് കൈ അവിടേക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ച് അവളെ ഇപ്പൊ ബീസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നീ എന്നെ നോക്കി കളിയാക്കുമല്ലേ, മര്യാദയ്ക്ക് ആ ഡ്രാഗൺ ബോൾ എനിക്ക് തിരികെത്താ, അതല്ല എങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ മുൽമയാണെങ്കിൽ അത് കൊടുക്കില്ല എന്ന് അട്ടിച്ചു പറയും. അതിനവൻ പറയും, എങ്കിൽ നിനക്കുള്ള പണിഷ്മെന്റ് അത് ഞാൻ തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടെററായിട്ട് അവളുടെ അടുത്തേക്ക് വരും. കാഴ്ച കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവളെ ഒന്നും ചെയ്യരുത്. ഇവിടെ ആ ചുന്ദരിപ്പെണ്ണിനും ഡോഗിനും ഒരുപാട് പേടി തോന്നും. അവരെല്ലാവരും പേടിച്ച് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയം ആ ബീസ്റ്റ് ആണെങ്കിൽ ഒരു ഫ്ലൈയിങ് കിസ് അവൾക്ക് കൊടുക്കുകയാണ്. അത്രയും നേരവും പേടിച്ച് വിറച്ചിരുന്ന മുൽമ അവൾ ഒരു സെക്കൻഡ് അത് കണ്ട് വണ്ടറടിക്കും, ഈ കിസ്സാണോ നിന്റെ പണിഷ്മെന്റ്? അതിന് ബീസ്റ്റ് പറയും, അതെ, നീ അതെനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പണിഷ്മെന്റ് കിസ്സുകൾ നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഉമ്മ പെണ്ണാണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഇതൊക്കെ ഒരു പണിഷ്മെന്റ് ആണോ? ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് തോന്നില്ല എന്ന് പറയും. അത് കേട്ട് കൺട്രോൾ പോയ ആ ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ അവളെ തൂക്കിയെടുത്ത് ആ റൂമിലേക്ക് തന്നെ വലിച്ചെറിയും. നമ്മുടെ ആൾക്കാർ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ തൂക്കിയെടുക്കുകയാണ്. ആ ഗ്യാപ്പിൽ ആ ബീസ്റ്റ് അവൻ സ്ലീപ്പിംഗ് ഗ്യാസ് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യും. സ്ലീപ്പിംഗ് ഗ്യാസിൽ പെട്ടുപോയി നമ്മുടെ ആൾക്കാരാണെങ്കിൽ പതിയെ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പൊ സമയം കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ വില്ലന്മാര് അവർ ആ ഒരു വാൾ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കടന്നു വരും. ബീസ്റ്റ് ആണെങ്കിൽ മാസ്ക് വെക്കാത്തതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറേണ്ട താമസം ആ ഒരു സ്ലീപ്പിംഗ് ഗ്യാസ് അത് വലിച്ച് ബോധം കെട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങും. അത് കണ്ട ആ ചുന്ദരി പെണ്ണ് അവൾ ഡോഗിനോട് പറയും, നീ മാസ്റ്ററിനെ റൂമിലേക്ക് കൊണ്ടുപോ, ഞാൻ ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തി എത്രയും വേഗം തിരികെ എത്താന്ന് പറയും. ഡോഗ് ആണെങ്കിൽ ആ ബീസ്റ്റിനെ അവിടുന്ന് കൊണ്ടുപോകും. അവൾ ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്ത് ഇപ്പൊ ഗോകുവിന്റെ പോക്കറ്റിൽ നിന്ന് ആ ഡ്രാഗൺ ബോൾ അത് കണ്ടെടുക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ ബീസ്റ്റ് മാസ്റ്റർ ആള് പതിയെ കണ്ണു തുറക്കും. സുന്ദരിപ്പെണ്ണാണെങ്കിൽ മാസ്റ്ററിനോട് പറയും, നമ്മുടെ മിഷൻ അത് സക്സസ്ഫുൾ ആയി. ആ വാലുള്ള പയ്യന്റെ കയ്യിൽ അവസാനത്തെ 7ാമത്തെ
ഡ്രാഗൺ ബോൾ അതുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ആ ബോക്സ് തുറന്ന് കാണിക്കുകയാണ്. 7 ഡ്രാഗൺ ബോൾസ്, അത് 3ഉം ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണെങ്കിൽ പ്രത്യേക പവർ ലൈറ്റും ഒക്കെ പുറത്തേക്ക് വരും. അത് കണ്ട് അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ അതിൻ്റെ അടുത്ത് വന്ന് തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ മുൽമ പെണ്ണ് അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ഗോകുവിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺ ബോൾ കാണാനില്ല. അത് കവർ ചെയ്ത് വെച്ചിരുന്ന ആ തുണി അതവിടെ വീണ് കിടക്കുകയാണ്. അവളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് ഓടി വന്ന് ഇപ്പൊ ഗോകുവിനെ വിളിക്കും. ഗോകു കണ്ണു തുറക്ക്, എന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഡ്രാഗൺ ബോൾ അതും അവര് കൊണ്ടുപോയി. അവൾ ശബ്ദം ഉണ്ടാക്കുന്നത് കേട്ട് ഇപ്പൊ നമ്മുടെ സുന്ദരം വില്ലൻ അവൻ കണ്ണു തുറക്കും. അവനാണെങ്കിൽ കണ്ണ് തുറക്കേണ്ട താമസം ഒരസൽ കണി കണ്ട് അവൻ ഒരു സെക്കൻഡ് ഞെട്ടുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അതിനുശേഷം ഡ്രാഗൺ ബോൾ ചെക്ക് ചെയ്യാണ്. ഓ നോ, ഞാനത് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ്, അത് അവരെങ്ങനെ എന്നിൽ നിന്ന് അടിച്ചു മാറ്റി. അതിനവൾ പറയും സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ച് നമ്മളെ ഉറക്കി. അതിനുശേഷം ആ ഒരു ബോളുമായിട്ട് രക്ഷപ്പെട്ടു പോയി. അവരുടെ കയ്യിൽ ആ 7 ബോളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതുപയോഗിച്ച് അവരവരുടെ വിഷ് സാധിക്കുന്നു പറഞ്ഞ് അവൾ കരയും. അവർ ചുറ്റും നോക്കും. ആ വാളാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അന്നിക്കുട്ടം പറയും നഷ്ടപ്പെട്ടു, ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അവരൊരു പക്ഷേ ഈ വാള് അടയ്ക്കാൻ മറന്നതായിരിക്കും. അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഉഷാറായിട്ട് ഓടി വരികയാണ്. ഓപ്പോസിറ്റ് സൈഡ് ആ ബീസ്റ്റും അവന്റെ അസിസ്റ്റൻസും അവരാണെങ്കിൽ ആ ഡ്രാഗനെ സമൺ ചെയ്യാനായി അങ്ങനെ ഹായിയായിട്ട് നടന്നു വരുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരുടെ മുൻപിലേക്ക് വരിക. അവരെ കാണേണ്ട താമസം ബീസ്റ്റും ടീമും ഷോക്കാവും. ഉമ്മയാണെങ്കിൽ ആ ബീസ്റ്റിനോട് ചോദിക്കും, സത്യം പറയും, നീ ആ ഡ്രാഗനെ സമൺ ചെയ്തോ? അതിനാ ബീസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടി അവിടുന്ന് ഉഷാറായിട്ട് ഓടും. നമ്മുടെ ആൾക്കാരും പിന്നാലെ ഓടും. പക്ഷെ ഒരുപാട് പാസേജ് ഉള്ള ഒരു വലിയ റൂമിലേക്ക് വന്ന് ആ ബീസ്റ്റും ടീമും അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഏത് വഴി പോകണമെന്നറിയാതെ അവരങ്ങനെ പകച്ചു നിൽക്കും. ബീസ്റ്റും ടീമും ആണെങ്കിൽ തിരികെ അവരുടെ ആ റൂമിലേക്ക് വരും. അതിനുശേഷം ദേഷ്യപ്പെട്ട് ആ ബീസ്റ്റ് ആ പെണ്ണിനോട് ഡോഗിനോട് പറയും, നിങ്ങൾ രണ്ടുപേരും ആ ഡോർ അടച്ചില്ല അല്ലേ? നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരാണ് എന്റെ തോൽവിക്ക് കാരണം. സോ ഇത്തവണ നിങ്ങൾക്ക് സാലറിയും പ്രമോഷനും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു വലിയ ജൈന്റ് ബോള് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അയക്കും. ആ ബോളാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഇടിച്ച് തെറിപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഹാൻസം ബോയും പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും ആ ഒരു ബോളിനെ ഇടിച്ച് തകർക്കാൻ കഴിയില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ ഒരു പാസേജ് കാണിച്ചു കൊടുക്കും. അതിനുശേഷം എല്ലാവരോടും അതിലൂടെ കടന്നു വരാനായിട്ട് പറയാണ്. അത് കേൾക്കേണ്ട താമസം എല്ലാവരും അവന്റെ പിന്നാലെ ആ ഒരു പാസേജ് വഴി ഓടും. അവർക്ക് തൊട്ടു പിന്നാലെ ആ ബോളും അവരെ ഫോളോ ചെയ്തു പോകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരു ഗ്യാപ്പിൽ കയറി ഒളിച്ചിരിക്കും. ആ ബോൾ ആണെങ്കിൽ മുൻപോട്ടേക്ക് അങ്ങനെ സ്പീഡിൽ പോകും. അതുകൊണ്ട് അത് കണ്ട ആ പന്നിക്കൂട്ടനാണെങ്കിൽ ബോളിനെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത നിമിഷം ആ ബോള് അത് അങ്ങനെ ടേൺ ചെയ്ത് അവർക്ക് നേരെ വരും. മുൽമയാണെങ്കിൽ ആ പന്നിയോട് ദേഷ്യപ്പെടും. ഓ നോ, എനിക്കറിയില്ലായിരുന്നു അതിൽ ചെവി കേൾക്കുമെന്ന് പറഞ്ഞ് അവരങ്ങനെ ഓടി ഇപ്പൊ ഒരു വലിയ ഹാളിലേക്ക് വരികയാണ്. ഇപ്പൊ അവരുടെ പുറകിലായിട്ട് ആ ബോൾ ഇല്ല. അപ്പൊ ദൂരത്തായിട്ട് അവർക്ക് ഓപ്പോസിറ്റായി ഒരു കർട്ടൻ കാണും. തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പോകാനുള്ള വഴിയായിരിക്കും. നമുക്കതുവഴി പുറത്തേക്ക് പോകാമെന്ന് പറയുന്ന അടുത്ത നിമിഷം ഇപ്പൊ അതിലൂടെ ആ ഒരു വലിയ സ്റ്റീൽ ബോൾ ഉരുണ്ട് വരികയാണ്. അവർ ഒച്ചത്തിൽ നിലവിളിച്ച് നമുക്കതുവഴി പുറത്തേക്ക് പോകാമെന്ന് പറയുന്ന അടുത്ത നിമിഷം ഇപ്പൊ അതിലൂടെ ആ ഒരു വലിയ സ്റ്റീൽ ബോൾ ഉരുണ്ട് വരികയാണ്. അവർ ഒച്ചത്തിൽ നിലവിളിച്ച് വീണ്ടും അവിടുന്ന് ചാടിയോടും. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് ഓടാൻ സ്ഥലമില്ലാതെ ചുമര് കാണും. അവരവിടെ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് ആ ബോൾ അങ്ങനെ അവരെ ഇടിച്ച് തകർക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. പക്ഷെ അവരുടെ ക്ലോസ് എത്തേണ്ട താമസം അത് തനിയെ സ്റ്റോപ്പാവും. നമ്മുടെ ആൾക്കാർക്ക് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവർ വണ്ടടിച്ച് പരസ്പരം നോക്കും. ഉടനെ ആ ബോൾ പുറകിലേക്ക് പോയി ആ ഒരു ചുമര് അത് താഴേക്ക് വീണ് പഴയതുപോലെ തന്നെ അവർ ട്രാപ്പ് ആവുകയാണ്. അവർക്ക് മനസ്സിലാവും അവര് മുൻപ് എവിടെ ലോക്ക്ഡായി കിടന്നോ അവിടേക്ക് തന്നെ ഇപ്പൊ തിരികെ എത്തിയിരിക്കുകയാണ്. ടിവിയിലൂടെ ആ ബീസ്റ്റ് ആണെങ്കിൽ അവരോട് പറയും, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമോന്ന് കരുതി. പക്ഷെ വീണ്ടും നിങ്ങളെ എനിക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ ലോകം തന്നെ കൈയടക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ബീസ്റ്റിനെ വിളിക്കാനായിട്ട് 7 ഡ്രാഗൺ ബോൾസും അവന്റെ അസിസ്റ്റൻസുമായിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. ഇവിടെ ബുൽമയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് കരയാനായിട്ട് തുടങ്ങും. അതിന് ആ ഹാൻസം വില്ലനാണെങ്കിൽ അത് കണ്ട ആ ഹാൻസം ബോയ് ഇപ്പൊ ഗോകുവിനോട് പറയും, നിനക്ക് ഹാമേ പവർ അത് ഉപയോഗിക്കാൻ അറിയില്ലേ? അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഗോകു ആണെങ്കിൽ അല്പനേരം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ആക്ച്വലി എനിക്കതിൽ വലിയ ട്രെയിനിങ് ഒന്നും ഇല്ല, എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവൻ ആ ഹാമേ പവർ എടുത്ത് അവൻ ആ ഹാമേ പവർ ഉപയോഗിച്ച് ചുമരിൽ ആഞ്ഞടിക്കും. ആ ഒരു ഇടിയിൽ ഇപ്പൊ അതിൽ ചെറിയൊരു ദ്വാരം ക്രിയേറ്റ് ആവുകയാണ്. ഗോകു ആണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ചിരിക്കും.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് വേണമെന്ന്. ഒരു ചെറിയ ഹോൾ മാത്രമാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അത് കേട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കും. അപ്പോൾ അവൻ കാണും ദൂരത്തായിട്ട് ആ ഒരു ബീസ്റ്റും അവൻ്റെ അസിസ്റ്റൻസും ഡ്രാഗണെ വിളിക്കാൻ ശ്രമിക്കുന്നത്. അവനാണെങ്കിൽ അത് കണ്ട് ടെൻഷനായി അവൻ്റെ അസിസ്റ്റന്റിനോട് പറയും, നീ എത്രയും വേഗം ഒരു വവ്വാലായി മാറി അതിലൊരു ഡ്രാഗൺ ബോൾ തട്ടിയെടുക്ക്. അത് കേട്ട് അവൻ്റെ അസിസ്റ്റന്റ് ഒരു വവ്വാലായി മാറി പുറത്തേക്ക് പോവാണ്. ഉൽമയാണെങ്കിൽ ഇപ്പൊ പന്നി പയ്യനോടും വവ്വാലായി അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകാനായി പറയും. വേറെ വഴിയില്ലാതെ അവനും അവന്റെ പിന്നാലെ പോവും. പക്ഷേ ഇവിടെ ആ ബീസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഡ്രാഗണെ വിളിച്ചു കഴിഞ്ഞു. അടുത്ത നിമിഷം വലിയൊരു ഇടിമുഴക്കത്തോടു കൂടെ ആ ഡ്രാഗൺ അതങ്ങനെ വിസിബിൾ ആവുകയാണ്. ആ ബീസ്റ്റും അവന്റെ അസിസ്റ്റൻസും നമ്മുടെ ആൾക്കാരും എല്ലാവരും അത് കണ്ട് ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.